നമുക്ക് ഹോസ്റ്റലിൽ ഒരു അടിപൊളി തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കിയാലോ? തട്ടിക്കൂട്ട് കേക്കെന്നോ ലാവാ കേക്കെന്നോ എന്ത് വേണേലും പറയാം. അതൊക്കെ കാണുന്നവർ ഇഷ്ടാനുസരണം പോലെ വിളിച്ചു. ആദ്യം വേണ്ട നമ്മുടെ ഇതുപോലുള്ള ബ്രൗണിയാണ്. എൻ്റെ കൂടെ കൂട്ടിട്ട് എൻ്റെ മണ്ടമ്പഞ്ചിയാണ്. അപ്പൊ കേക്ക് എടുത്തിട്ട് ഇതുപോലെ 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് സെന്ററിലെ പീസ് എടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കെറ്റിലെടുത്ത് ചൂടുവെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് ചോക്ലേറ്റ് എടുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഡയറി മിൽക്കാണ് എടുക്കുന്നത്. എന്നിട്ട് അത് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് ആ കുഴിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് കേക്ക് വെക്കുക. പിന്നെയും ചോക്ലേറ്റ് എടുത്ത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെയും കേക്ക് എടുത്ത് വെക്കുക. ഇത് തന്നെ നമുക്ക് എത്രത്തോളം ആളുകളുണ്ടോ അതിനനുസരിച്ച് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ പ്രൊഫഷണൽസ് കാണിക്കുന്ന കണക്കൊക്കെ പിച്ചൊക്കെ കാണിച്ച് ചുമ്മാ അതൊക്കെ വെറും പട്ടിച്ച മാത്രം. എന്നിട്ട് മാറ്റി വെച്ച കുറച്ച് ബ്രൗണി ഇതിൽ നിന്ന് പൊടിഞ്ഞു പോകുന്നതൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് മണ്ടയ്ക്കോട്ട് ചുമ്മാ ഒരു ഡെക്കറേഷൻ വെച്ച് കൊടുത്ത്. അതും ഡെക്കറേഷൻ പോരാ എന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ 2-3 അനാറിൻ്റെ അല്ലി എടുത്ത് മണ്ടയ്ക്കോട്ടൊക്കെ ഇങ്ങനെ തൂവി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? കാണുന്ന ലുക്കേ ഉള്ളോ അതോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അധികം ഫോട്ടോസും വീഡിയോസും എടുത്ത് ഞാൻ വെയിറ്റ് ചെയ്യുക. ഡയറക്റ്റ് കേക്ക് കട്ട് ചെയ്തു. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യത്തെ ഇത് ബൈറ്റ് തന്നെ വായിലോട്ട് വെച്ചപ്പോഴത്തേക്കും പൊന്നെ അടിപൊളിയായിരുന്നു. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് ചോക്ലേറ്റിനോടൊക്കെ കൊതി തോന്നുമ്പോഴത്തേക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഇനി ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.